Praise the Lord. Hallelujah. Hallelujah. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ YP കൊട്ടാരക്കര സോണിൻ്റെ യൂത്ത് ക്യാമ്പിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ എളിയവനായ എനിക്ക് സ്വർഗമൊരുക്കി തന്ന എല്ലാ അവസരങ്ങൾക്കായും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഈ സോണലിൻ്റെ പ്രവർത്തനത്തിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ആദരണീയരായ ദൈവദാസന്മാരെ ഓർക്കുന്നു. വിശേഷിച്ച് ഈ മീറ്റിങ്ങിന് ലീഡ് ചെയ്യുന്ന ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ സുഹൃത്തുകൂടെയായ പ്രിയ സ്റ്റാൻലി പാസ്റ്റർ, YP കൊട്ടാരക്കര സോണിന് അനുഗ്രഹീതമായ രീതിയിൽ ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ കാലഘട്ടങ്ങളിൽ കർത്താവിനാലാക്കപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ബാല്യകാല സുഹൃത്തും എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനുമായ പാസ്റ്റർ ജിബിൻ, ആ കുടുംബവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ആഴമായ ബന്ധമുണ്ട്. തൻ്റെ പിതാവ് പാസ്റ്റർ M. ജോൺസൺ നിത്യതയിൽ വിശ്രമിക്കുന്നല്ലോ, അദ്ദേഹമാണ് എന്നെ സ്നാനപ്പെടുത്തിയ എൻ്റെ ആത്മീക പിതാവ്. പ്രിയ ആൻറ്റി ഞാൻ ഓർക്കുന്നു. അതുമാത്രമല്ലാതെ പ്രിയ ജിബിനോട് ചേർന്ന് ചർച്ച് ഓഫ് ഗോഡിലെ കുറേ സഹോദരങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവജന കൂട്ടായ്മ പോലെ കൊയ്നോനിയ എന്ന പേരിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഭാഗവാൻ എന്നവരെല്ലാം ഓരോ രാജ്യങ്ങളിലേക്ക് മാറിപ്പോയി. ജിബിൻ പാസ്റ്ററെ പോലെ 1-2 പേര് മാത്രം കുറച്ച് നാളും കൂടെ നാട്ടിൽ നിന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതൊരു അനുഗ്രഹിക്കപ്പെട്ട കൂടിച്ചേരലാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേദിയിലായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാരെ ഓർക്കുന്നു. ഇരുവരും എനിക്ക് സ്നേഹിതരും എന്നോടൊപ്പം പാർക്കുകയും എൻ്റെ സഭയിൽ ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ്. ബൈജു പാസ്റ്ററിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. താൻ YPയുടെ സ്റ്റേറ്റ് ബോർഡിൽ അംഗവും ഓഫീസ് സെക്രട്ടറിയുമാണല്ലോ. തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ ബിനു പാസ്റ്ററെ ഓർക്കുന്നു. താനും എനിക്ക് സ്നേഹിതനാണ്. സ്റ്റേറ്റ് പ്രെയർ ബോർഡ് മെമ്പറാണല്ലോ താൻ. തന്നെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് അനുഗ്രഹീതമായ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന പ്രിയ സഹോദരങ്ങളെ ഓർക്കുന്നു. അവരിലെല്ലാവരും എനിക്ക് പരിചിതരല്ല, എന്നാൽ റോബിനെ ഞാൻ കാണുന്നു. കർത്താവ് പ്രിയ റോബിനോട് ചേർന്നും ചില നാളുകൾക്ക് ശേഷം കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കുന്ന അവസരത്തിന് സ്തോത്രം. എനിക്ക് വളരെ പ്രിയപ്പെട്ട പരിചയമുള്ള ഒത്തിരി പേര് ഈ മീറ്റിങ്ങിലുണ്ട്. പ്രിയ KV ജോസഫ് പാസ്റ്ററുടെ പിതാവ്, തലമുറകൾ, തട്ടാരുപടി ചർച്ചുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു. വിശേഷിച്ച് ഈ കൊട്ടാരക്കര സോണലിൻ്റെ ഒഫീഷ്യൽസായ ദൈവദാസന്മാരെ ഓർക്കുന്നു. എൻ്റെ സ്നേഹിതൻ കൂടെയായ പാസ്റ്റർ ഷിജു മത്തായി പേട്രൺ, കോർഡിനേറ്ററായ ബ്രദർ ബ്ലസൻ, ട്രഷററായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ പാസ്റ്റർ മാത്യു, എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ള കുഞ്ഞുങ്ങൾ ആ കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഈ യൂത്ത് ക്യാമ്പിനെ പ്രസംഗിക്കുന്നത് ഇപ്പോൾ ഒരു ശീലമാണ്. പല സ്ഥലങ്ങളിലേക്ക് യൂത്ത് ക്യാമ്പിന് പ്രസംഗിക്കാറുണ്ട്. ഇന്നലെ രാത്രിയും വളരെ വൈകി PYPയുടെ ക്യാമ്പിലായിരുന്നു. നാളെ നമ്മുടെ സ്റ്റേറ്റ് ക്യാമ്പ് വയനാട് പോകുന്നു. അതിൻ്റെ അടുത്ത ശേഷം AGയുടെ CA ക്യാമ്പ് നടക്കുന്നു. പക്ഷേ ഞാനെപ്പോഴും പറയും, ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട പ്രസ്ഥാനം ചർച്ച് ഓഫ് ഗോഡാണ്. എന്നാൽ ശുശ്രൂഷകളൊക്കെ കൂടുതലും അതിന് പുറത്താണ് ചെയ്തിട്ടുള്ളത്. ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെ വേദിയിൽ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതിൻ്റെ പേര് ഇത് ഓൺലൈനിൽ കാണുന്ന വേറെ ആരും പിണങ്ങാതിരിക്കട്ടെ. പ്രത്യേകിച്ച് കൊട്ടാരക്കര സോണെന്ന് പറയുന്നത്, ഞാൻ ഈ സോണിൻ്റെ ഭാഗമായിരുന്നു. സ്തോത്രം. ഈ സോണിന് വേണ്ടി മത്സരിക്കുകയും ഈ സോണിന് വേണ്ടി
സമ്മാനം വാങ്ങിക്കുകയും ഈ സോണ് സ്റ്റേറ്റിൽ ഒന്നും രണ്ടാമതൊക്കെ വരുമ്പോൾ കൂവുകയും. ഹലോ, പിന്നെ യൂത്ത് ക്യാമ്പിന് വരുന്നത് എന്തിനാണെന്നൊക്കെ നല്ല ബോധ്യം എനിക്കുണ്ട്. ആ ചിരിയൊക്കെ കാണുമ്പോൾ പിന്നെ ഇതെല്ലാം ഞങ്ങൾ ആരും ഇത് അറിയാതെ വന്നവരല്ല. സ്തോത്രം. ഇപ്പം ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രോഗ്രാമുകൾക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, ഒത്തിരി സന്തോഷം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവസഭയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത, നിങ്ങളോടൊന്നല്ല, ഒരു കൂട്ടം യുവജനങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത തന്നു. അതിൻ്റെ ഒരു പ്രാരംഭ ഭാഗം ഇന്നലെ PYPയുടെ ക്യാമ്പിലെടുത്തു. ഇവിടെയും അതിൻ്റെ തുടർന്ന ഭാഗങ്ങൾ എടുക്കാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വിശേഷിച്ച് എൻ്റെ ഈ സന്ദേശം ലോകരാജ്യങ്ങളിൽ പലയിടങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രയോൺസ് മീഡിയയെ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കൂടെ ആമുഖം പറഞ്ഞിട്ട് ഞാൻ ശുശ്രൂഷയിലേക്ക് കടക്കാം. ഓഡിയോ കൈകാര്യം ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ, എനിക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും നല്ല ഫീഡ്ബാക്ക് സ്റ്റേജിൽ കിട്ടുന്നത് കുറേ നാളിന് ശേഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രൊഫഷണലിസത്തെ ഞാൻ ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രസംഗിക്കുന്നവർക്ക് കൃത്യമായ ഫീഡ്ബാക്ക് കിട്ടി ആ പകുതി പണി കുറഞ്ഞു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായി ഒരു വാക്യം നമുക്കൊന്ന് വായിക്കണം. കഴിയുമെങ്കിൽ ക്യാമ്പിൽ വന്ന് പങ്കെടുക്കുന്ന നമ്മുടെ ക്യാമ്പ് മെമ്പേഴ്സിൽ ആരെങ്കിലും അതൊന്ന് വായിച്ചു തരണം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നമുക്ക് അവിടെ ഒരു മൈക്ക് കൊടുക്കാൻ ഓപ്ഷനുണ്ട്. കൊടുത്താട്ടെ. കൊണ്ടുപോരാ, എങ്ങനെയായാലും കുഴപ്പമില്ല. അവിടെ ഒന്ന് കൊടുത്തതൊന്ന് വായിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരാം. വായിച്ചോ മോളെ. കെ ജോസഫ് പാസ്റ്ററുടെ ഇളയ മോളാ, വായിച്ചോ. അവർ കർത്താവിനെ ആദരിച്ചും ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. എല്ലാവരും ചേർന്ന് എല്ലാം ഞാൻ പറയുമ്പോൾ എന്നോട് ചേർന്ന് എനിക്ക് ശേഷമായി നിങ്ങൾ പറയണം. എല്ലാവരും അവർ കർത്താവിനെ ആരാധിച്ചും, എല്ലാവരും പറഞ്ഞില്ല, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ബൈബിളൊക്കെ ഒന്ന് അടച്ചേ, കണ്ണുകൾ ദൈവസന്നിധി അടച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഈ ഒരു സെലക്ഷൻ എൻ്റെ മേൽ വീഴണേ കർത്താവേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിക്കണേ, ആരും വെറുതെ ഇരിക്കല്ല. പ്രത്യേകിച്ച് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ, ക്യാമ്പ് മെമ്പേഴ്സ്, പ്രാർത്ഥിച്ചേ എല്ലാവരും. എന്നെ ഇന്ന് പകലിൽ അസാധാരണമായ ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി എന്നെ ഒരുക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ ദൈവസന്നിധി അടച്ച് വായ്കളെ തുറന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് അഭിഷേകം പ്രാപിച്ചവരുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങൾ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ, അന്യഭാഷകളിൽ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഈ പ്രഭാത സെഷനിൽ ഒരു വലിയ സെലക്ഷൻ നമ്മുടെ മേലൊന്ന് വീഴണം. പ്രാർത്ഥിച്ചേ. ആരും അടങ്ങിയിരിക്കരുത്. പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് ഈ പ്രസംഗം ഒരുക്കപ്പെടുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുന്നത്. ആത്മാവി പറഞ്ഞേ സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന മാതാക്കന്മാർ, പിതാക്കന്മാർ വായ്കളെ തുറന്ന് ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചവർ ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഒരു തിരഞ്ഞെടുപ്പിടണമേ. ഈ ക്യാമ്പിന്റെ ഈ ദിവസം പകലിൽ
അസാധാരണമായ ഒരാത്മീക ഉണർവിന്, ഒരാത്മീക ഉത്തേജനത്തിന് പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ. ഞങ്ങളുടെ മേൽ നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ ഈ ക്യാമ്പ് സെന്ററിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തമായി ഇറങ്ങി വരേണ്ടതിന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പകലിലും ചിലരുടെ മേൽ ആ തിരഞ്ഞെടുപ്പ് വീഴും. ഇന്ന് പകലും ചിലരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടും. ഇന്ന് പകലും പരിശുദ്ധാത്മാവിന്റെ സെലക്ഷനകത്തേക്ക് ചുടബലഘടക ശതരഘടക സിഹ അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങൾ ഇന്ന് പകലൊന്ന് പറഞ്ഞ്, എന്റെ മേൽ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. എല്ലാവരും കണ്ണുകൾ ദൈവസന്നിധി അടച്ച് പറഞ്ഞേ, ഫിൽ മീ വിത്ത് ഹോളി സ്പിരിറ്റ്. എന്നെ ആത്മാവിനാൽ നിറയ്ക്കണമേ, എന്നെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ഒരുമിച്ച് കർത്താവെ, ആരാധിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മാവിന്റെ തിരഞ്ഞെടുപ്പുകളെ ഇടണമേ, ആത്മാവിന്റെ തിരഞ്ഞെടുപ്പുകളെ ഇടണമേ, ആത്മാവിന്റെ തിരഞ്ഞെടുപ്പുകളെ ഇടണമേ, ആത്മാവിന്റെ തിരഞ്ഞെടുപ്പുകളെ ഇടണമേ, ആത്മാവിന്റെ തിരഞ്ഞെടുപ്പുകളെ ഇടണമേ. ആത്മസാന്നിധ്യം ഇറങ്ങി. ആമൻ. ക്യാമ്പിന് വിരോധമായി ചലിക്കുന്ന എല്ലാ പൈശാചിക പദ്ധതികളെയും, ദേശത്തിന്റെ ശക്തികളെയും, അതിന്റെ ആധിപത്യങ്ങളെയും, അതിന്റെ കുടിയിരിപ്പുകളെയും ഇന്ന് പകൽ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഇൻ ദ മൈറ്റി അതോറിറ്റി, ആത്മാവ് പകർന്നിരിക്കുന്ന അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ച് ദൈവവചന വ്യാപനത്തിന് വിരോധമായി ചലിക്കുന്ന എല്ലാ ദേശാധിപതി ശക്തികളെയും ആത്മമണ്ഡലത്തിൽ ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് അതിന്റെ മേൽ ജയം പ്രഖ്യാപിക്കുന്നു. ഇന്ന് പകൽ വലിയ ദൈവ പകർച്ച ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സ്പർശിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകത്തെ പകരണമേ. കടന്നു വന്ന മാതാപിതാക്കൾക്ക് സ്തോത്രം. ആദിയോടന്തം പരിശുദ്ധാത്മാവ് ഭരിച്ച് വഴി നടത്തണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ അക്കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറയുക. ആരാധിച്ച് മുമ്പോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ രണ്ട് കാര്യം. ഒന്ന്, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഇതിൻ്റെ സംഘാടകർ പറഞ്ഞതുപോലെ സാങ്കേതികമായ ചില തടസ്സങ്ങൾ നിമിത്തം അല്പം വൈകിയാണ് നമ്മൾ ആരംഭിച്ചത്. സ്തോത്രം. ഒന്ന്. രണ്ട്, ഇത് ലോകവ്യാപകമായി പലയിടങ്ങളിൽ നിന്ന് ആളുകൾ കാണുന്നത് കൊണ്ട് നമ്മളിവിടെ ആരാധിച്ചു കൊണ്ടിരുന്നാൽ കാണുന്ന അവർക്കതെന്താണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് വചനവും നമുക്ക് പറഞ്ഞു പോകണം. പക്ഷെ വചനത്തിൻ്റെ മുമ്പിൽ ആരാധിക്കാൻ തയ്യാറായിരിക്കുക. ആമേൻ പറഞ്ഞേ. നമ്മൾ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തിയാണ്, 13-ാം അധ്യായമാണ്. ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പീൻ എന്നുള്ളതാണ് വേദഭാഗം. സ്തോത്രം. ശ്രദ്ധിച്ച് എല്ലാവരും എന്നെ നോക്കിക്കേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബലത്തോടിരിക്കുകയെന്ന് എനിക്കറിയാം. ഈ രാവിലെ എഴുന്നേറ്റ ഉറക്കം ഒന്ന് മാറിയതിന് ശേഷം, ആഹാരം കഴിഞ്ഞ ശേഷം ഒരു ചെറിയ ഉറക്കത്തിൻ്റെ സാധ്യതകൾ മുമ്പിൽ കാണാൻ സാഹചര്യമുണ്ട്. പക്ഷേ ബലത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം. എനിക്ക് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരന്മാരെയാ കാണാൻ എളുപ്പം. കാരണം ഇവിടെ ഈ നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന ശൗലിൻ്റെ കണ്ണിനടിച്ചതുപോലെ വലിയൊരു വെളിച്ചം എൻ്റെ കണ്ണിനടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെ ചിലരെയൊക്കെ താങ്ക് യു ഇപ്പോൾ കറക്റ്റായി. സ്തോത്രം. ബ്രയോൺസ് മീഡിയ ആയിക്കൂടെ പുറത്തോട്ട് പോകുമ്പോൾ ഒരല്പം ഞാൻ മങ്ങിയിരുന്നാലും കുഴപ്പമില്ല. സ്തോത്രം. കണ്ണിന് കുഴപ്പമില്ലാതിരുന്നാൽ അത് സന്തോഷമാണ്. ഇപ്പോൾ കറക്റ്റായി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ചെറുതായിട്ടും കാണാൻ കണ്ണടച്ചാൽ എനിക്കറിയാം ഞാൻ നിങ്ങളെ കൈ ഊണ്ടി എഴുന്നേൽപ്പിച്ച് നിർത്തിയൊരു സ്തോത്രമൊക്കെ പറയിപ്പിക്കും. അതുകൊണ്ട് ആമേൻ, എല്ലാവരും വളരെ അറ്റൻറ്റീവായിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 1-2 ചോദ്യം ചോദിച്ച് മുമ്പോട്ട് വരാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി എഴുത്തുകാരനാരാ പറഞ്ഞേ? ആരാ? പൗലോസ് എന്ന് പറഞ്ഞേ? ലൂക്കോസ് ആരായിരുന്നു? വൈദ്യനായിരുന്നല്ലേ?
വൈദ്യര് ഡോക്ടർ ലൂക്കോസ്. പുള്ളി ആരായിരുന്നു? സ്തോത്രം, ഡോക്ടർ ലൂക്കോസ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ലൂക്കോസിൻ്റെ പ്രത്യേകത നമ്മൾ 1-ാം അധ്യായം, ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്. മുമ്പേ വായിച്ചോ മോളെ, വായിച്ചു. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട്. കണ്ടോ? അപ്പം ലൂക്കോസ് പറയുകയാണ്, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം. അർത്ഥം, അപ്പോസ്തല പ്രവൃത്തിക്ക് മുമ്പ് താൻ ഒന്ന് എഴുതിയിട്ടുണ്ട്. അതേതാ? മുറുക്കപ്പറ. ലൂക്കോസിന്റെ കാര്യം ചോദിച്ചേ, എഴുതിയതാന്ന് പറ. ലൂക്കോസിന്റെ സുവിശേഷം. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം. ഓക്കെ. എത്ര സുവിശേഷം ഉണ്ട് നമുക്ക്? അത് നമ്മുടെ ചിന്തയാ. സുവിശേഷം ഒന്നേ ഉള്ളൂ. സുവിശേഷം എത്രയേ ഉള്ളൂ? 1. എന്താ സുവിശേഷം? ദാവീദിന്റെ പുത്രനായി ജനിച്ച് യേശുവാണ് നമ്മുടെ സുവിശേഷം. പക്ഷെ ഈ സുവിശേഷത്തെ 4 വ്യത്യസ്ത വീക്ഷണത്തിൽ ഇരുന്നുകൊണ്ട് 4 പേര് എഴുതി. ആരൊക്കെ എഴുതിയേ? ചേർന്ന് പറ. ഈ ബോയ്സിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞേ. കണ്ടോ കയറി വരുന്ന കണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ. അയ്യോ, നാണക്കേട്. നിങ്ങളൊന്ന് പറഞ്ഞേ. യോഹന്നാൻ. ആരോ ഇതിൻ്റെ അകത്തൊന്ന് കാല് മാറി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ നോട്ടം ഇടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ശ്രദ്ധിച്ചേ, ഈ 4 പേരിൽ 2 പേരുടെ പ്രത്യേകത അവർ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്നുള്ളതാണ്. എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. അപ്പം ബാക്കി 2 പേരെ RSSകാരാണോ എന്നല്ലേ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച്? 2 പേര് യേശുവിൻ്റെ ഡയറക്റ്റ് ശിഷ്യന്മാരും 2 പേര് യേശുവിൻ്റെ സന്തത സഹചാരികൾ അല്ലാത്തവരുമാണ്. ആരൊക്കെയാ ഡയറക്റ്റ് ശിഷ്യന്മാര്? മത്തായിയും യോഹന്നാനും. ഈ കട്ടി ക്വസ്റ്റ്യനൊക്കെ വരുന്ന ഉടനെ ഈ സൈഡ് ഒരു അല്പം വീക്കാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്ക് തിരിച്ചു പിടിക്കണം. അപ്പം ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ആരൊക്കെയാ? മത്തായിയും യോഹന്നാനും. അടുത്ത കട്ടിയുള്ള ഉത്തരം ഇവർ പറഞ്ഞു കേട്ടോണം. ക്രിസ്തുവിനൂടെ നടക്കാത്തവരാരൊക്കെയാ? മാർക്കോസും. കണ്ടോ അവരുടെ ആ ഒരു സ്തോത്രം. അപ്പം യേശുക്രിസ്തുവിൻ്റെ കൂടെ സഞ്ചരിച്ച മത്തായി, യോഹന്നാനും യേശുക്രിസ്തുവിൻ്റെ ഡയറക്റ്റ് ശിഷ്യന്മാരല്ലാത്ത മർക്കോസും ലൂക്കോസും. ഇങ്ങനെയാണ് സുവിശേഷം എഴുതിയ എഴുത്തുകാര്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 4 സുവിശേഷങ്ങൾ എഴുതാനുള്ള അവസരം ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ ആദ്യം എഴുതാൻ ആരെ ഏൽപ്പിക്കുമായിരുന്നു? യോഹന്നാനെ ഏൽപ്പിക്കും അല്ലേ? കാരണം എന്താ? മുറുക്കെ പറ. ഏറ്റവും അടുത്ത് ഇരുന്ന ആളാണോ? അതിന് ഒരു കസാര മാത്രമേ ഉള്ളായിരുന്നു. അതാരാ പറഞ്ഞേ? ഒന്ന് മുറുക്കെ പറഞ്ഞ. യേശുവിന്റെ മുറുക്കെ പറ, ഇവര് കേക്കട്ടെ. യേശുവിന്റെ മാർവിൽ ചാരിയിരുന്നവൻ. ഒരാമയും പറഞ്ഞേ. ഞാനൊരു വാക്കൂടെ പറയട്ടെ. യേശുവിന്റെ ഹാർട്ട് ബീറ്റ് ചെവി കൊണ്ടളന്നവൻ. ഒരാമയും പറയാമോ? ഇന്ന് പകൽ ക്രിസ്തുവിന്റെ മാറോട് ചാരിയിരിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ദൈവദാസൻ മാർവിൽ ചാരിയിടുമെന്നുള്ള പാട്ട് അവരെല്ലാം പോയോ? സ്തോത്രം. പുറയിലുണ്ട്. ആ സാക്ഷിയൊക്കെ കേട്ട് മഴവിലൊക്കെ കണ്ടപ്പം എൻ്റെ പൊന്നു സഹോദരൻ, ഞാൻ തന്നെ എഴുന്നേറ്റ് നിങ്ങൾ ആരാധിച്ചാൽ എന്താണെന്ന് തോന്നി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മാറിൽ ചാരിയിടും. മാറിൽ ചാരുന്നവന് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. ഇന്ന് പകലിൽ ഈ മീറ്റിംഗ് ഒക്കെ ക്രമീകരിക്കുന്നതിൻ്റെ പുറകിൽ സംഘാടകർക്കൊരാഗ്രഹം, ഈ ക്യാമ്പിൻ്റെ അകത്ത് അവിടുത്തെ മാറോട് ചാരിയിരിക്കാൻ ചിലർ എഴുന്നേൽക്കണമെന്നുള്ളതാ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മാറോട് ചാരിയിരിക്കാൻ ചിലതിനെ ആത്മാവ് തിരഞ്ഞെടുക്കുകയാണ്. യെസ്. ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർ ക്രിസ്തുവിൻ്റെ മാറോട് ചാരിയിരിക്കാൻ സ്നേഹത്തിന്റെ ഒരു ആത്മതലം യേശുവിന്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ.
ഞാൻ യോഹന്നാനെ കുറിച്ച് അധികം പറയുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കണേ, പക്ഷേ നമ്മൾ യോഹന്നാൻ ആദ്യം അവസരം കൊടുക്കും. എഴുതപ്പെട്ട കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് ആദ്യം എഴുതിയ സുവിശേഷം ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? എഴുതിയ കാലഘട്ടം അനുസരിച്ച് ആദ്യം എഴുതിയ സുവിശേഷം. നാലും പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്ത് പറയാനാ? ഒരെണ്ണം പറ. പറ മോളെ, എഴുന്നേറ്റ് എന്ന് പറ. മുറുക്ക്. മോളെ നീ തന്നെ, നീ പുറമോട്ട് നോക്കുന്ന, എഴുന്നേറ്റ് പറ. ആരാ? മുറുക്കെ പറ. എല്ലാവരും കേട്ടെ. ആരാ? മർക്കോസ്. മർക്കോസ്. മർക്കോസ് ആരാന്നാ മുമ്പേ ഞാൻ പറഞ്ഞേ? യേശുക്രിസ്തുവിൻ്റെ ഡയറക്റ്റ് ശിഷ്യൻ അല്ല. നമ്മളാണ് പുള്ളിയെ കൊണ്ട് എഴുതിപ്പിക്കൂ? നിങ്ങൾ പറ. മാറിച്ചാരി ഇരുന്നൊരു യോഹന്നാൻ ബൈജു പാസ്റ്ററെ റിസർവ് നിൽക്കുമ്പോൾ നമ്മളാണെങ്കിൽ മർക്കോസിനോട് പറയുമോ എഴുതി തുടങ്ങാൻ? പക്ഷെ ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയുമ്പോൾ കൃപയുള്ള കുഞ്ഞുങ്ങൾ ആരാധിക്കണം. അതെന്താണെന്നറിയാമോ? മനുഷ്യൻ്റെ പരിഗണനാ ലിസ്റ്റിലില്ലാത്ത ചിലത്, മനുഷ്യന്റെ പ്രയോറിറ്റി ലിസ്റ്റിലില്ലാത്ത ചിലതിനെ ദൈവത്തിന്റെ സെലക്ഷനകത്ത് മനുഷ്യന്റെ പരിഗണനാ ലിസ്റ്റിലില്ലാത്ത ചിലതിനെ ദൈവത്തിന്റെ സെലക്ഷനകത്തേക്ക് ഇന്നു പകൽ ആത്മാവ് കയറ്റും. ആരാധിക്ക്. എന്റെ ശബ്ദം കേൾക്കുന്നവർ എവിടെയായിരുന്നാലും നിങ്ങൾ ഇരിക്കുന്ന വീടിനകത്ത്, ഇരിക്കുന്ന മുറിക്കകത്ത് പരിശുദ്ധാത്മാവി പറയാം, മനുഷ്യന്റെ ലിസ്റ്റിലില്ലാത്ത ചിലതിനെ ദൈവത്തിന്റെ ലിസ്റ്റിനകത്ത് മനുഷ്യന്റെ ലിസ്റ്റിനകത്ത് നീ ഏറ്റവും പിറകിലായിരിക്കാം. മനുഷ്യന്റെ പദ്ധതികൾക്കകത്ത് നീ ഏറ്റവും പിറകിലായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നിന്നെ മുൻപനാക്കി നിർത്തുന്ന, പിമ്പന്മാരെ മുമ്പനാക്കി നിർത്തുന്ന ഒരു ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുണ്ട്. ഇന്ന് പകൽ ആരാധിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മേൽ ആ തിരഞ്ഞെടുപ്പ് വീഴട്ടെ. ആരാധിക്കുന്ന ഈ ജനത്തിന്റെ മേൽ ആ തിരഞ്ഞെടുപ്പ് വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ സാന്നിധ്യത്തിന്റെ ആത്മബലം ഇന്ന് പകൽ തുറക്കുന്നു. എന്റെ ശബ്ദം നിങ്ങളെ നിയന്ത്രിക്കരുത്. ഇന്ന് പകൽ നീയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ഈ ആരാധനയുടെ ആമേൻ ആമേൻ ആഴമെന്ന് പറയുന്നത്. ആത്മാവ് ഇടപെടുന്നു. നിന്റെ മേലൊരു തിരഞ്ഞെടുപ്പ് വീഴും. നിന്റെ മേൽ മർക്കോസേ, നിന്റെ മേലൊരു തിരഞ്ഞെടുപ്പ് വീഴും. യോഹന്നാന്റെ മേൽ വീഴുന്നതിന് മുമ്പ് ഞാൻ ആത്മാവി കാണുന്നു. ഇന്ന് പകലിൽ ചിലതിനെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുന്നത് ഞാൻ കാണുന്നു. ആമേൻ. യൗവനക്കാരെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. മനുഷ്യന്റെ കണ്ണിന് നീ ഒന്നാമനല്ലായിരിക്കാം. എന്തിന്? മാതാപിതാക്കളുടെ കണ്ണിൽ നിങ്ങൾ ഒന്നാമനാകണമെന്നില്ല. സ്നേഹിതരുടെ കണ്ണിൽ നിങ്ങൾ ഒന്നാമനാകണമെന്നില്ല. പാസ്റ്റേഴ്സിന്റെ കണ്ണിൽ നിങ്ങൾ ഒന്നാമനാകണമെന്നില്ല. നേതൃത്വത്തിന്റെ കണ്ണിൽ നിങ്ങൾ ഒന്നാമനാകണമെന്നില്ല. ഇന്ന് പകൽ ആത്മാവിൽ തിരിച്ചറിയണം. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ നിന്നെ തിരഞ്ഞെടുക്കാൻ പ്ലാൻ ചെയ്താൽ അതിനെ വേണ്ടെന്ന് പറയാൻ ദേശത്തിന്റെ ശക്തികൾക്ക് കഴിയത്തില്ലെങ്കിൽ ഇന്ന് പകൽ തഴയപ്പെട്ട ചിലതിന്റെ മേൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വീഴുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവൻ തിരഞ്ഞെടുപ്പിന്റെ കരമുയർത്തിയ ഒരാമേൻ പറഞ്ഞു. ലൂക്കോസ് എഴുതി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോ
തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു വാക്ക് ലൂക്കോസ് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച മോളെ. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുണിയിരിക്കൊണ്ട് വായിച്ചോ. പലരും തുണിയിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്ന്. ശ്രദ്ധിച്ചേ, ഈ ഒരു 4 സെന്റൻസ് ഉള്ള വലിയൊരു വാക്യം, ഒരു കുത്തിടുന്ന 4 സെന്റൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ അർത്ഥം അങ്ങ് പറയാം. ലൂക്കോസ് പറയാ, യേശുക്രിസ്തുവിൻ്റെ ചരിത്രം, ക്രിസ്തുവിൻ്റെ പരശുശ്രൂഷ എനിക്ക് മുമ്പേ എഴുതാൻ വേറെ പലരും തുനിഞ്ഞു, പലരും എഴുതി. ആരൊക്കെ ആയിരിക്കും ആ പലര്? ലൂക്കോസിന് മുമ്പ് എഴുതിയ സുവിശേഷം ആരൊക്കെയാ? പറഞ്ഞില്ല. ബോയ്സ് എല്ലാം വീണ്ടും ക്ഷീണമായോ? ലൂക്കോസിന് മുമ്പ് എഴുതിയ സുവിശേഷങ്ങൾ ഏതൊക്കെയാ? പറഞ്ഞില്ല. മത്തായിയും മർക്കോസും. ഏതൊക്കെയാ? മത്തായിയും മർക്കോസും. 2 പേര് ഓൾറെഡി എഴുതി. ഒന്ന് ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവരും ക്രിസ്തുവിന് അല്പം ദൂരം മാറി നടന്ന 2 പേര് എഴുതി. അപ്പോൾ ലൂക്കോസിന് സ്ഥാനത്ത് നമ്മളായിരുന്നു എന്നാ പറഞ്ഞതിന്? 2 മിടുക്കന്മാർ എഴുതി. ഇനിയിപ്പോൾ ഞാൻ എന്നാ? അങ്ങനല്ലേ ശാലി പാഷ നമ്മൾ പറയത്തുള്ളൂ. 2 പേര് എഴുതി. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കയറി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നാ എഴുതാനാ എന്നല്ല ലൂക്കോസ് പറഞ്ഞേ. ലൂക്കോസ് പറഞ്ഞ എന്തോന്നറിയാമോ? 2 പേര് എഴുതി. 2 പേര് എഴുതിയെങ്കിലും അവരെ പോലൊന്നും എഴുതാനല്ല, ക്രമമായി എഴുതാൻ. ഒരു ദൂതി ഞാൻ പറയട്ടെ, ആരുമില്ലാത്തിടത്തല്ല നിന്റെ പ്രാധാന്യം തെളിയിക്കേണ്ടത്. പകരം ഒരു കൂട്ടം ആൾക്കാർ ചുറ്റും നിൽക്കുമ്പോഴും അവരുടെ നടുവിൽ വ്യത്യസ്തനാകാൻ. ഒരാമേൻ പറഞ്ഞേ, അവരുടെ നടുവിൽ വ്യത്യസ്തനാകാൻ. ഇന്ന് പകൽ വ്യത്യസ്തതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഐ വാണ്ട് ടു ബി എ യുണീക്ക് പേഴ്സൺ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് വ്യത്യസ്തനാകണം. എൻ്റെ വീട്ടിൽ എനിക്ക് വ്യത്യസ്തനാകണം. എൻ്റെ സ്നേഹിതരുടെ നടുവിൽ എനിക്ക് വ്യത്യസ്തനാകണം. താഴോട്ട് കുനിഞ്ഞിരിക്കുന്നവരെല്ലാം തല ഉയർത്തി എന്നെ നോക്കിക്കേ. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ വ്യത്യസ്തരാകണം. എൻ്റെ ക്ലാസ് മുറികൾക്കകത്ത് എനിക്ക് വ്യത്യസ്തരാകണം. എന്തിന് ദൈവദാസന്മാരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ശുശ്രൂഷയിൽ എനിക്കൊന്ന് വ്യത്യസ്തരാകണം. എത്ര പേര് പ്രാർത്ഥിക്കും? വ്യത്യസ്തരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇസബേൽ എന്താണെന്നറിയാമോ ഏലിയാവിനോട് പറഞ്ഞത്? നാളെ ഈ നേരത്തിനു മുമ്പ് നിന്നെ ശേഷം പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ, അർത്ഥം മറ്റുള്ളവരിൽ ഒരുത്തനെ പോലെ നിന്നെ ആക്കാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ നിന്നെ വ്യത്യസ്തനാക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരിൽ ഒരുവനെ പോലെ നിന്നെ നിസ്സാരക്കാരനാക്കാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ നിന്നെ വ്യത്യസ്തനാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവാത്മാവിൻ്റെ ഫലമുണ്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്കൊന്ന് വ്യത്യസ്തനായി നിൽക്കണം. ഈ യൂത്ത് ക്യാമ്പ് വിട്ട് ഞാൻ മടങ്ങുമ്പോൾ ഞാൻ വ്യത്യസ്തനായി മടങ്ങും. വ്യത്യസ്തതയുടെ ഒരു അഭിഷേകം, ക്രമത്തിൽ നടക്കാൻ ഒരു അഭിഷേകം, ക്രമമായി എഴുതാൻ ഒരു അഭിഷേകം എൻ്റെ മേൽ പകരണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ഒന്ന് എല്ലാവരും ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് പറഞ്ഞേ, വ്യത്യസ്തനാകാൻ ഒരു അഭിഷേകം എൻ്റെ മേൽ തരണമേ. ശബ്ദമുയർത്തി പറ, വാ തുറന്നു പറ, ശബ്ദമുയർത്തി പറ. ആ ശബ്ദം ശത്രു കേൾക്കട്ടെ. എനിക്ക് വ്യത്യസ്തനാകണം, എനിക്ക് വ്യത്യസ്തനാകണം, എനിക്ക് വ്യത്യസ്തനാകണം. പറഞ്ഞേ, നാഥ, വ്യത്യസ്തനാകാൻ ഒരു അഭിഷേകം എനിക്ക് തരണമേ. വ്യത്യസ്തനാകാൻ ഒരു അഭിഷേകം ഇന്ന് പകൽ എനിക്ക് തരണമേ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊട്ടാരക്കര സോണിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന്. സ്തോത്രം. എൻ്റെ പിതാവ് തട്ടാരുവടി ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന സമയം, അന്ന് പാസ്റ്റർ എം ജോൺസനാണ് അടൂർ നോർത്തിൻ്റെ ചുമതല. ഞാനും ജിബിനും ഒക്കെ പരസ്പര യുദ്ധം ചെയ്തവരും മത്സരിച്ചവരും ഒക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങളൊക്കെ ഡിസ്ട്രിക്റ്റ് വരുമ്പോൾ 2 സഭയ്ക്ക് വേണ്ടി മത്സരിക്കും. സോണിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യും? മത്സരിക്കും. അങ്ങനെയൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
എന്തോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗുണം കൊണ്ടായിരിക്കാം ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ച് നേരിടേണ്ടി വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പണ്ടും എൻ്റെ മേഖലയെന്ന് പറയുന്നത് പ്രസംഗവും ഉപന്യാസവും കഥാരചനയുമായിരുന്നു. സ്തോത്രം. ഞാൻ പാട്ട് പാടിയ ആൾക്കാർ ഓടും, അതുകൊണ്ട് ഞാൻ പിന്നെ പാട്ട് പാടാൻ എന്നാലും ഞാൻ ഒരിക്കൽ ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്കിന് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്കിൻ്റെ ഗിറ്റാറിന് വായിക്കാൻ ആരുമില്ല. അപ്പം ഞങ്ങളുടെ സെൻറ്ററിൻ്റെ അന്ന് അടൂർ നോർത്തിലെ കാര്യമല്ല, മറ്റൊരു സെൻറ്ററിലാണ്. സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, മക്കളെ നീ ഒന്ന് കയറടാ, നിനക്കൊരു പോയിൻ്റ് കിട്ടുമെന്ന്. അങ്ങനെ ലോക്കൽ ചർച്ചിനെ പ്രതിനിധീകരിച്ച് ഞാൻ ഗിറ്റാർ കൊണ്ടൊന്ന് കയറി. ഒരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ബാക്കിയൊക്കെ എൻ്റെ മേഖല സാഹിത്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത്, പക്ഷേ പണ്ട് തൊട്ടേ ഹൃദയത്തിൻ്റെ അകത്ത് വളർന്നു വന്ന ഒരാഗ്രഹം വ്യത്യസ്തനാകണമെന്നായിരുന്നു. ആമേൻ പറയാമോ? പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്കറിയാം ഇത് ലൈവാണെന്ന്, അതുകൊണ്ട് ഞാൻ വളരെ എൻ്റെ വാക്കുകളെ ഇങ്ങനെ പിടിച്ചു വെച്ച്, അല്ലെ ഞാൻ ഇച്ചിരി ആരാധിക്കാനൊക്കെ സമയമെടുത്ത് പോകുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ എവിടാണോ ഇടത്തോട്ടും വലത്തോട്ടും പൊക്കാതെ കൃത്യമായി പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഈ ചെറിയ പ്രായത്തിലെ ഈ ഒരു കാര്യങ്ങളോടൊക്കെ എൻ്റെ മനസ്സിൽ ഒരു വിരക്തി ഉണ്ടായി. എന്തുണ്ടായി? വിരക്തി. ജീവനെ ദോഷം പറയില്ലല്ലോ, അതിന് കാരണക്കാരൻ പിശാചല്ല. പിശാചിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പകരം അതിനേക്കാ കഷ്ടമുള്ള പലരും എനിക്കന്ന് പരിചയമുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അതിനേക്കാ കഷ്ടമുള്ള പലരെയും പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് ലോകപരമായ പഠനങ്ങളിലേക്കൊക്കെ എൻ്റെ ജീവിതത്തെ ഞാൻ കൊണ്ടുപോയി. ഞാനും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ് ചെറിയ പ്രായത്തിൽ കർത്താവ് എനിക്കൊരു നല്ല ജോലി നൽകി. ഞാൻ RBSൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സീനിയർ ഓഫീസർ തസ്തികയിൽ ജോലിക്ക് കയറി മാനേജിങ് പ്രൊഫൈൽ റിസൈൻ ചെയ്ത ആളാണ്. പക്ഷേ ആ സമയങ്ങളിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയതയല്ലാതെ പ്രൊഫഷണലിസത്തിനകത്തും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തിളച്ച് നിന്നൊരാഗ്രഹം എന്തായിരുന്നെന്നറിയാമോ? വ്യത്യസ്തനാകണമെന്നായിരുന്നു. ഒരാമയും പറഞ്ഞേ. വ്യത്യസ്തനാകണമെന്നായിരുന്നു. വർത്താനം പറഞ്ഞാൽ വ്യത്യസ്തനാകണം. അതുകൊണ്ട് തന്നെ വ്യത്യസ്തനാകാൻ വിളിയുള്ളവർക്ക് ശോധനകളും വ്യത്യസ്തമായിരിക്കും. ഒരാമയും പറയണേ. ഈ സഹോദരന്മാരെല്ലാം ത്യജിക്കാനും വെറുക്കാനും കാരണം, കൂടെ കൂട്ടാതെ മാറ്റി നിർത്താൻ കാരണം യോസഫിൻ്റെ തലമേൽ കിടന്ന ദർശനം വ്യത്യസ്തമായതുകൊണ്ടാണ്. ഒരാമേൻ പറയാൻ പറ്റുന്നുണ്ടോ? അഹരോനും മിരിയാമിനും വേണ്ടതുപോലെ കോപ്പറേറ്റ് ചെയ്യാൻ കഴിയാതെ പോകാൻ കാരണം ഇളയവനാണെങ്കിലും മോശയുടെ മേൽ കിടന്നത് വ്യത്യസ്തതയുടെ അനുഗ്രഹം വിളിയായതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് പകൽ എനിക്കൊരു കാര്യം അറിയാം. തിരിഞ്ഞു നോക്കിയാൽ പാസ്നേജുകളിലെ പാർപ്പ് മുതൽ ഇന്നും താമസിക്കുന്നത് പാസ്നേജിലാണ്. അന്നു വരെ എനിക്ക് ആത്മാവിലൊരു കാര്യം അറിയാം. വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കുന്നവനെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. ഇന്ന് പകൽ അങ്ങനെ ഒരു അഭിഷേകത്തിന് വേണ്ടി ഒന്ന് കരയാൻ കഴിയുമോ? എന്നെ വ്യത്യസ്തനാക്കണമേ എന്ന് ഈ ക്യാമ്പ് വിട്ട് ഞാൻ മടങ്ങുമ്പോൾ വ്യത്യസ്തനായിട്ട് എനിക്ക് മടങ്ങണം. ആ കരങ്ങളെ അടിച്ച് അല്പ നിമിഷങ്ങൾ. ഓ ജീസസ്. ഒത്തിരി പ്രതിസന്ധി അനുഭവിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്നെ വ്യത്യസ്തനാക്കും, നിന്നെ വ്യത്യസ്തനാക്കും. ആരാധിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ വ്യത്യസ്തരാകട്ടെ. ആരാധിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ വ്യത്യസ്തരാകട്ടെ. വ്യത്യസ്തതയുടെ ഒരു അഭിഷേകം. കർത്താവേ, ഒരറ്റം മുതൽ ഒരറ്റം വരെ ആത്മാവിന്റെ പകർച്ച കൊണ്ട് ജനത്തെ, ഈ കുഞ്ഞുങ്ങളെ, ഈ മാതാപിതാക്കളെ ആത്മബലത്തിൽ ഇന്നു പകൽ വ്യത്യസ്തതയുടെ ഒരു അഭിഷേകത്തിൽ നിറച്ചു നിർത്തേണ്ടതിന് അങ്ങനെ വ്യത്യസ്തനായി സുവിശേഷം എഴുതി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, യേശുക്രിസ്തുവിനെ കുറിച്ച് ക്രമമായി എഴുതിയ നീ പരിശുദ്ധാത്മാവിൻ്റെ ചരിത്രത്തെക്കുറിച്ചും
നീ തന്നെ എഴുതിയാൽ മതി. ആമേൻ പറയണേ. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി എഴുതാൻ അവൻ്റെ കരങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ബലം നൽകി. ഇന്ന് പകലൊരു ദൂത് പറയാം, ഏൽപ്പിക്കുന്നതിൽ വിശ്വസ്തയോടെ നിന്നു, ആത്മാവ് ചിലത് കൈകാര്യം ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ ദൂതിനെ കൈമാറുന്നു. ഏൽപ്പിച്ചതിൽ വിശ്വസ്തയോടെ ക്രമമായി ചിലത് ചെയ്യ, പരാതി കൂടാതെ ക്രമമായി ചിലത് ചെയ്യ. ഇത് അടുത്ത ചിലത് ഏൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്നു പകലിൽ തയ്യാറാകുന്നു. കരമടിച്ച് ആമേൻ പറഞ്ഞേ. Ta 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 ra ta la ta la ta ra. Chuda ra ta ra ja ri kha ta ra ja ra ta. Dhura ja la thi ra ja na thi ra ja la thi ra ja na. Chuda bala bala thana 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 thana. അഭിഷിക്തന്മാരെ, ഇന്നു പകൽ പരിശുദ്ധാത്മാവ് വിശ്വസ്തന്മാരുടെ മേൽ ചിലത് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ വിശ്വസ്തന്മാരെ തിരയുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ബൈജു പാസ്റ്ററെ, പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ ഒരു ദൂത് താങ്കളോട് പറയാൻ ആത്മാവിൻ്റെ നാവിന് ബലം തരുന്നു. എന്തോ വിശ്വസ്തതയുടെ ചില കണക്കുകൂട്ടലുകൾക്കകത്ത് ആത്മാവ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഞാനിത് പറയുമ്പോൾ ഔദ്യോഗിക പോസ്റ്റിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ. അതൊന്നും ഒരു പരിധിക്ക് മേളിൽ മാന്യതകളായി കണക്കാക്കരുത്. പകരം പരിശുദ്ധാത്മാവ് ഒരു ദൂതനോട് പറയുന്നു, എന്തോ അസാധാരണമായ ദൈവിക പദ്ധതിയുടെ കാര്യവിചാരകനെ പോലെ ആത്മാവ് ആമേൻ ചില പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മേഖലകളിൽ നിങ്ങൾ വിശ്വസ്തരാണോ? പരിശുദ്ധാത്മാവ് നിങ്ങളെ ചിലത് ഏൽപ്പിക്കും. വിശ്വസ്തന്മാരെ തേടി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെയുണ്ട്. വിശ്വസ്തന്മാരെ തേടി അവിടുത്തെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. വാ തുറന്ന് പറ, അപ്പ എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് തൊടണമേ. വിശ്വസ്തന്മാരെ തിരഞ്ഞെടുക്കുന്ന ദൈവ സാന്നിധ്യം. ഞാൻ സമയത്തെ ഭയപ്പെടുന്നു. കുറിവാക്യം അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് എനിക്ക് വേർതിരിപ്പീൻ. ഇത്രയും നേരം പറഞ്ഞത് ആമുഖം അല്ല. ഇത്ര നേരം പറഞ്ഞതും തിരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഇത്ര നേരം പറഞ്ഞ തിരഞ്ഞെടുപ്പ്, ആദ്യം പറഞ്ഞത് യോഹന്നാൻ്റെ തിരഞ്ഞെടുപ്പ്, 2 മർക്കോസിൻ്റെ തിരഞ്ഞെടുപ്പ്, 3 ലൂക്കോസിൻ്റെ തിരഞ്ഞെടുപ്പ്. ഇനിയും പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും കൂടെ തിരഞ്ഞെടുപ്പ് പറയുമ്പോൾ നമ്മുടെ സമയം അവസാനിക്കും. ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായവർ മാത്രം ഒന്ന് സ്തോത്രം പറഞ്ഞേ. യോഹന്നാൻ്റെ തിരഞ്ഞെടുപ്പ് മാറോട് ചാരിക്കിടന്നവനെ അവസാനം എഴുതിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അല്ലേ? 2 ലോകത്തിൻ്റെ പരിഗണനാ ലിസ്റ്റിൽ ഇല്ലെങ്കിലും മർക്കോസിനെ കൊണ്ട് ആദ്യം എഴുതിപ്പിക്കുക എന്നായിരുന്നു. അല്ലേ? 3 ഏൽപ്പിക്കപ്പെട്ടത് ഭംഗിയായി വിശ്വസ്തയോടെ ചെയ്ത ലൂക്കോസിനെ കൊണ്ട് വീണ്ടും ജലതേൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. 3 തിരഞ്ഞെടുപ്പുകൾ മനസ്സിലായൊരു സ്തോത്രം പറഞ്ഞേ. ബർന്നബാസിലും പൗലോസിലോട്ടും കയറുന്നതിന് മുമ്പ് ഒരു ചിന്ത ഞാൻ ആമുഖം പറയാം. തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് പ്രത്യേക ശുപാർശകളൊന്നും വേണ്ട. ഈ വായിച്ച വാക്യം ആര് പറഞ്ഞതാ? പരിശുദ്ധാത്മാവ് പറയുന്നു എന്നല്ലേ എഴുതിയേ? അപ്പൊ ആരാ പറഞ്ഞേ? ചേർന്ന് പറഞ്ഞേ എല്ലാവരും. ഇത്രയും ഭാഗം എന്താ ഒരു വലിയ മൗനത പോലെ? ഞാൻ ഒരു കോഡ്ലെസ് എടുത്ത് നിങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കട്ടെ. ഓൾറെഡി അല്ലേ? പറഞ്ഞേ, ആരാ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് പറഞ്ഞു. ആരോടാ പറഞ്ഞേ? കൈവച്ച് വേർതിരിക്കാൻ ആരോടാ പറഞ്ഞേ? നിങ്ങൾ പറ. മൂപ്പന്മാരോടോ?
അത് നമ്മളങ്ങനെ ആക്കി വെച്ചതാ. ആരോടാ പറഞ്ഞേ അവിടെ കൂടിയിരിക്കുന്നവരോട്. അങ്ങനല്ലേ? കൂടിയിരിക്കുന്നവരോടല്ലേ പാസ്റ്റർ പറഞ്ഞേ? ഈ കൂടിയിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും, എൻ്റെ ചിന്തയാണ്, ഓർഡിനേഷനുള്ള ആൾക്കാരുണ്ടോ? അല്പം പ്രശ്നമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, തെരഞ്ഞെടുപ്പ് വീഴുന്ന രണ്ടെണ്ണത്തിൻ്റെ മേലായിരിക്കും. തിരഞ്ഞെടുക്കാൻ ആത്മാവ് തീരുമാനിച്ചാൽ വേർതിരിക്കാനുള്ള അഭിഷേകം കൂടിയിരിക്കുന്നവൻ്റെ മേൽ വീഴും. ഒരാമയും പറഞ്ഞേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുന്നതിനെ വേർതിരിക്കാൻ ഒരു അഭിഷേകം തരണേന്ന്. ഓ ജീസസ്. 3, എന്തുവാ പറഞ്ഞേ? എനിക്ക് വേർതിരിക്കാനാ പറഞ്ഞേ, അല്ലേ? അപ്പം വേർതിരിക്കുന്നത് കൂടെ വന്നിരിക്കുന്ന കൂടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും വേർതിരിക്കപ്പെടേണ്ടവരെ തിരഞ്ഞെടുത്തതാരാ? പരിശുദ്ധാത്മാവാ. അതാ രസം. സഭയാ പ്രാർത്ഥിച്ചു വേർതിരിച്ചേ, പക്ഷേ സഭയോട് ആവശ്യപ്പെട്ടില്ല വേർതിരിക്കാൻ 2 പേരുടെ പേര് പറയാൻ, അല്ലേ? 2 പേരുടെ പേര് പറയാൻ പറഞ്ഞായിരുന്നെങ്കിൽ ബർന്നബാസും ശൗലും വരണമെന്നില്ല. ഒരു ചിന്ത ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ കൊള്ളാവുന്ന 2 പേരുടെ പേര് ചോദിച്ചാൽ ആ കുടുംബക്കാര് പറയുന്ന പേരിനകത്ത് നിങ്ങളുടെ പേര് കാണുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? പോട്ടെ, നമ്മുടെ കൂട്ടുപ്രവർത്തകര്, ഞങ്ങൾ പാസ്റ്റർമാരാണെങ്കിൽ കൂട്ടു സഹോദരന്മാർ, ദൈവദാസന്മാർ, നിങ്ങളുടെ കൂടെ ആരാധിക്കുന്ന കൂട്ടു സഹോദരർ, അവരോട് ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ പേര് പറയുമെന്ന് ഉറപ്പുണ്ടോ? ഹലോ, സ്തോത്രം. ഉറ്റ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ നിന്റെ പേര് പറയുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് തീരുമാനിച്ചു, പേര് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല. എത്ര പേർക്ക് അതൂത് മനസ്സിലാകുന്നുണ്ട്? ആ ജീസസ്. ഓ സ്തോത്രം. ആമേൻ, 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 ആമേൻ. ആ ദൂത് റിസീവ് ചെയ്യുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൂത് റിസീവ് ചെയ്യുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിന്നെ തിരഞ്ഞെടുക്കാനുള്ള അവസരം മറ്റാർക്കും കൊടുക്കില്ല. നിന്റെ പേരിനെ സ്വർഗം ഉറപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ സ്വർഗം ഉറപ്പിക്കും. ദൈവദാസന്മാരെ കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു. സ്വർഗം ഉറപ്പിക്കും. ചുടവാരബാധന വൈഡന ഹർത്തന ജഗന. ആമേൻ, 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 ആമേൻ. ഞാനങ്ങ് പിടിച്ചു നിർത്താൻ കാരണം സമയം പോകുന്നതുകൊണ്ടാണ്. ബർന്നബാസിലേക്ക് വരാം. ബർന്നബാസ് ആരായിരുന്നെന്നറിയാമോ? ബർന്നബാസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 4:37 ഒരു വേദഭാഗമുണ്ട്, വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 4:37. ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന്. 36 തൊട്ട് വായിച്ചു. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ ജോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഞാനേ മനസ്സിലാകാൻ വേണ്ടി പറയാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കുറവ് തീർക്കുന്നു, ഒരാളെ ചീട്ടിട്ടെടുക്കുന്നു. 2-ാം അധ്യായത്തിൽ അഗ്നി അഭിഷേകം, സഭ സ്റ്റാർട്ടാകുന്നു. 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും കൂടെ പ്രാർത്ഥനാ സമയത്ത് ആലയത്തിൽ ചെല്ലുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുമ്പിൽ, ഗോപുരത്തിൻ്റെ പേര് സുന്ദരമാണേലും ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്ന ഒരുവൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിച്ചു. അവൻ സൗഖ്യമായി. ഒരു ചിന്ത അവിടെ ഞാൻ പറയട്ടെ. പത്രോസും യോഹന്നാനും ആദ്യം പറഞ്ഞത് വെള്ളിയും പൊന്നും എൻ്റെ കയ്യിൽ ഇല്ലെന്ന. അന്ന് എനിക്ക് മനസ്സിലായി അക്കൗണ്ട് കാലിയാണേലും സൗഖ്യമാക്കാൻ പറ്റും. ഒരാമ്യം പറയാൻ പറ്റുന്നുണ്ട്. നിന്റെ അക്കൗണ്ടിലെ ബാലൻസ് നോക്കി അല്ല സ്വർഗം നിന്നെ തിരഞ്ഞെടുക്കുന്നത്. രാമൻ പറഞ്ഞേ, പൊസിഷൻ നോക്കിയല്ല സ്വർഗം നിന്നെ തിരഞ്ഞെടുക്കുന്നത്.
പകരം നിന്റെ മേലുള്ള തിരഞ്ഞെടുപ്പ്, നിന്റെ മേലുള്ള വിളിയാണ്. ശ്രദ്ധിച്ചേ, സുന്ദരയുടെ ദേവാലയ ഗോപുരത്തിങ്കൽ സൗഖ്യമാക്കുന്നു. ഇത്രയും നാള് ആലയത്തിന്റെ പുറത്ത് പിച്ച എടുത്തോണ്ടിരുന്നപ്പം ആർക്കും ഒരു പരാതിയില്ലായിരുന്നു, അല്ലേ? മിനിപ്പാസ്റ്റർ ഇവൻ നല്ലപോലെ പിച്ച എടുത്തോണ്ടിരുന്നവനാ. ഒരു യൗവനക്കാരൻ ഭിക്ഷ എടുത്തുകൊണ്ടിരുന്നതിന്റെ പുറകിൽ ആ നാട്ടിൽ ആർക്കും പ്രശ്നമില്ല. പക്ഷെ അവൻ ആലയത്തിൽ കയറിയപ്പോഴാ പ്രശ്നം. ഇവൻ ആലയത്തിലോട്ട് കയറിയപ്പോഴത്തേക്ക് ജനം മൊത്തം ഇളകി. പത്രോസിനെയും യോഹന്നാനെയും എത്രത്തോളം ഉപദ്രവിക്കാമോ അത്രത്തോളം ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്തു. എന്റെ കൂടെ ഉണ്ടോ? അങ്ങനെ ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്ത് പദ്ധതി തയ്യാറാക്കി 4-ാം അധ്യായത്തിൽ അവന് നേരെ കടന്നു വരിക. ആർക്ക് നേരെ? പത്രോസിനും യോഹന്നാനും നേരെ. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോ, വായിച്ചേ, 4:1 അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. മതി, കണ്ടോ? പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകരും സദൂക്യരും എന്ന് പറഞ്ഞ ആത്മീക തലത്തിൽ നിൽക്കുന്നവനും ഭൗതിക തലത്തിൽ നിൽക്കുന്നവനും എന്ന് പറഞ്ഞാൽ വചനം കൊണ്ട് വെട്ടാൻ അറിയാവുന്നവനും വാടുകൊണ്ട് വെട്ടാൻ അറിയാവുന്നവനും, 2 എണ്ണം കൂടെ. ഒരു പദം ഞാൻ പറയാം, നീ ചില റീഫോർമേഷന് തയ്യാറായാൽ അകത്തും പുറത്തും ശത്രുക്കൾ എഴുന്നേക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ട്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നീയും പോകുന്ന വഴി 2 നാണയത്തുട്ടവന്റെ മടിയിലോട്ട് ഇട്ടിട്ട് പോയാ നിനക്ക് ശത്രുക്കൾ എഴുന്നേക്കത്തില്ല. പക്ഷെ അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ നീ തയ്യാറായാൽ നിനക്ക് നേരെ ചിലത് എഴുന്നേൽക്കും. എഴുന്നേറ്റവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടമാണ് പുരോഹിതന്മാർ. പറഞ്ഞേ, അങ്ങറ്റം വരെ പറഞ്ഞേ, പുരോഹിതന്മാർ. ഈ പുരോഹിതന്മാർ ഏതു ഗ്രൂപ്പാ, ഏതു ഗോത്രം? പറ, പുരോഹിതന്മാരുടെ ഗോത്രം ഏതാ? ഇവന്മാർക്ക് ഗോത്രം ഉണ്ടോ? ഏതാ ഗോത്രം? ലേവി ഗോത്രം. ശ്രദ്ധിച്ചേ, ലേവി ഗോത്രക്കാര് ഒരുത്തനെ സൗഖ്യമാക്കിയതിന്റെ പേരിൽ പോരാ, തന്റെ തിരഞ്ഞെടുപ്പ് അനുസരിച്ച് നിന്നതിന്റെ പേരിൽ തനിക്ക് നേരെ ലേവി ഗോത്രത്തിൽ നിന്ന് ചിലത് എഴുന്നേറ്റു. 4-ാം അധ്യായം ആരംഭിക്കുമ്പോ, പക്ഷെ 4-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോ അവിടെ എഴുതിയേക്കുന്ന പദം പ്രബോധന പുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസേഫ് എന്ന ഒരു, പറഞ്ഞേ, ലേവ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഒരു ദൂത് ഞാൻ പറയാം, നിയോഗത്തിനു വേണ്ടി നിന്നതിൻ്റെ പേരിൽ, തിരഞ്ഞെടുപ്പിനു വേണ്ടി നിന്നതിൻ്റെ പേരിൽ നിനക്കു നേരെ ലേവി ഗോത്രം എഴുന്നേറ്റാൽ ആ അധ്യായം പറഞ്ഞവസാനിപ്പിക്കുന്നതിനു മുമ്പ് അതിൻ്റെ അകത്തു നിന്ന് കുടുംബമായി ചിലതിനെ ആലയത്തിൻ്റെ അകത്തു കൊണ്ടു നിർത്താൻ കഴിയുന്ന ഒരുവനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. നിനക്ക് നേരെ നീരസപ്പെടുമ്പോ, നിനക്കു നേരെ പദ്ധതികൾ തയ്യാറാക്കുമ്പോ ഇന്നു പകലിൽ തിരിച്ചറിയണം, നിന്റെ മേൽ തിരഞ്ഞെടുപ്പിട്ട ഒരുവനുണ്ടല്ലോ, അവൻ പ്രതികരിക്കും. കരമടിച്ചാമൻ പറഞ്ഞേ, ധാരധാന 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 ധീരജാന 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 ചൂടമാന വൈഡരച്ച വന്തരച്ച വൈഡരച്ച. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുന്ന പത്രോസിനും ചേർന്ന് നിൽക്കുന്ന യോഹന്നാനുമെതിരെ ഒരു ഗ്രൂപ്പ് തയ്യാറായപ്പോ ആ ഗ്രൂപ്പിൽ നിന്ന് ഒന്നിനെ ഇങ്ങ് പൊക്കി. ആ ഗ്രൂപ്പിൽ ഒരുത്തന്റെ മേൽ ഒരു തിരഞ്ഞെടുപ്പ് വീണു. അവന്റെ പേരാണ് ബർന്നബാസ്. ആമേൻ പറ. ബർന്നബാസിന്റെ മേൽ നിയോഗം വീണപ്പോ ഒരു ഭ്രാന്തനെ പോലെ അവൻ ഓടി. അവനവന്റെ വസ്തു വിറ്റു, അവനവന്റെ വീട് വിറ്റു, തനിക്കുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒന്നുമില്ലെന്നെണ്ണി വില കൊടുത്ത ആലയത്തിനകത്ത് കയറി. ആമേൻ പറയണേ. ബർന്നബാസ് ആരെന്നറിയാമോ? തിരഞ്ഞെടുപ്പിന് വേണ്ടി വില കൊടുത്തവൻ. ആമേൻ പറ.
ഈ ഹോളിനകത്ത് ആത്മസാന്നിധ്യം നിറയുന്നുണ്ട്. പരിശുദ്ധാത്മാവി, ഞാൻ പറയാം, യേശുവിന്റെ സ്നേഹത്തിനു വേണ്ടി, ദൈവവേലയ്ക്കു വേണ്ടി ഇന്നു പകൽ നീ നിൽക്കാൻ തയ്യാറാണോ? ഇന്നലകളിൽ സുവിശേഷ വേലയ്ക്ക് വില കൊടുത്തവരുണ്ടോ? ഇന്നലകളിൽ സുവിശേഷ വേലയ്ക്ക് സമയം കൊടുത്തവരുണ്ടോ? ഇന്നലകളിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടി വില കൊടുത്തവരുണ്ടോ? നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അന്ത്യോക്യയെ ചലിപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിന് പരിശുദ്ധാത്മാവിന്റെ ഉത്തരവിനകത്ത് ബർന്നബാസേ, നിന്റെ പേര് കാണും. കരമടിച്ചാമേൻ പറഞ്ഞ് തുടബലഘടക ശബ്ദരകലഘടക ധിരിഘടകതലഘടക ശതരഘടകതി ഹോറാബാഖാസി. ആമേൻ, ആമേൻ. വില കൊടുത്തവന്റെ പേര് പരിശുദ്ധാത്മാവ് നേരിട്ടിറങ്ങി പറയും. വില കൊടുത്തവന്റെ പേര് പരിശുദ്ധാത്മാവ് നേരിട്ടിറങ്ങി പറയും. ആമേൻ പറയണേ. പരിശുദ്ധാത്മാവ് നേരിട്ടിറങ്ങി പറയും, ബർന്നബാസേ, നീ 4-ാം അധ്യായത്തിൽ വസ്തു വിറ്റല്ലേ? ബർന്നബാസേ, നീ 4-ാം അധ്യായത്തിൽ വില മുടക്കിയല്ലേ? ബർന്നബാസേ, ലേവ്യന്റെ പ്രോട്ടോകോൾ നോക്കാതെ സുവിശേഷത്തിന് വേണ്ടി നീ ചാടി ഇറങ്ങിയല്ലേ? ഒരു 13-ാം അധ്യായം വരുന്നുണ്ട്. നിന്റെ മേലുള്ള തിരഞ്ഞെടുപ്പിനെ പരസ്യമായി ജനം കാണുക, നാട്ടുകാര് കാണുക. ആത്മാവ് ചെയ്യുന്ന ബർന്നബാസിന്റെ കോൾ കാത്തട്ടെ. ഒരു സാന മേഖല തൊട്ട് ഒരറ്റം വരെ കൊട്ടാരക്കരയുടെ മേഖലയ്ക്കകത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ യുവജന സംഘടന ഇന്നു പകൽ അതിനകത്തുള്ള ജനം ആത്മാവിൽ കാത്തട്ടെ. ധാര 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 നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ ഈ സെഷന്റെ അവസാന സമയങ്ങളിൽ ആത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കുന്നു. നിന്റെ പേര് പരസ്യമായി പറയാൻ ആത്മാവ് മടിക്കത്തില്ല. ബർന്നബാസേ, നിന്നെ ആത്മാവ് തിരഞ്ഞെടുക്കുന്നു. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? തിരഞ്ഞെടുപ്പ്. റോബിനിങ് വന്നേ. ബർന്നബാസിനെ തെരഞ്ഞെടുത്തു. ബർന്നബാസിനെ തെരഞ്ഞെടുത്തു. സ്തോത്രം. ദൈവത്തിന്റെ ലിസ്റ്റിനകത്ത് പേര് വേണം. റോബിനെ, പൗലോസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ബർന്നബാസ് എടുക്കാൻ കാരണം വില കൊടുത്തവനാണ്. വില കൊടുത്തിട്ടൊരു പദം ഞാൻ പറ്റി ശ്രദ്ധിച്ചേ മക്കളെ. യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി സമയം കൊടുത്താൽ പോലും കർത്താവ് അതിനെ കണക്കിടും. ഏലിയാവിന് പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലേ? പക്ഷേ ആ കൂട്ടത്തിൽ പുതപ്പ് മേളി വീണപ്പം വില കൊടുത്തവൻ്റെ പേര് ഏലീശ എന്നാണ്. മറ്റൊരുത്തൻ്റെയും കാള നഷ്ടപ്പെട്ടില്ല, മറ്റൊരുത്തൻ്റെയും കലപ്പ നഷ്ടപ്പെട്ടില്ല. ഉള്ള കലപ്പ തല്ലിപ്പൊട്ടിച്ച് കാളയെ യാഗം കഴിച്ചിട്ട് ഇറങ്ങിയവനാ ഏലീശ. ഏലീശേ, നിന്റെ ചരിത്രം മാറും. നീ ഇരട്ടി പങ്കോടെ നിൽക്കും. കർത്താവിൻ്റെ കണ്ണിൽ നിന്റെ പേരുണ്ട്. പൗലോസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടല്ലോ, പൗലോസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശൗല കൊല്ലാനുള്ള അധികാരപത്രം കൊണ്ടാ ശൗല് കയറി വരുന്നേ. തമ്പുരാൻ അടിച്ച് താഴെ ഇട്ടു. കുതിരപ്പുറത്തുള്ളവനെ അടിച്ച് താഴെ ഇടാൻ കർത്താവിനൊരു വെളിച്ചം മതിയായിരുന്നു. എത്ര വലിയ കുതിരപ്പുറത്തുള്ളവനാണേലും തമ്പുരാന്റെ പദ്ധതിക്ക് എതിരെ നീ ചലിച്ചാൽ നിന്നെ തമ്പുരാൻ അടിച്ചിടും. ഒരാമേൻ ചേർന്ന് പറ. തമ്പുരാന് നേരെ നീ ഉതയ്ക്കരുത്, നിയോഗങ്ങൾക്ക് നേരെ നീ ഉതയ്ക്കരുത്.
നിയോഗങ്ങൾക്ക് കീഴ്പ്പെട്ടോണം. സംഭവിച്ചതെന്നറിയാമോ? നേരെ കണ്ണ് കാണാത്തവനെ പോലെ പിടിച്ചൊരു സൈഡിൽ കൊണ്ടിരുത്തിയപ്പോ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ പ്രാർത്ഥനാമുറിക്കകത്ത് വെളിപ്പെട്ടത് ആരുടെയെന്നറിയാമോ? അനന്യാസിനോട് പറയുന്ന ഒരു പദം കേൾക്കണോ? വായിക്കണ്ട, ഞാൻ പറയാം. 9:11 നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നവനെ അന്വേഷിക്കാം. കണ്ടോ? അയ്യാ, അവിടുത്തെ പല മാന്യന്മാരുടെയും പേര് പല ലിസ്റ്റിലും ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ലിസ്റ്റിൽ നേർവീതിയിൽ താമസിക്കുന്ന ഒരാമേൻ പറഞ്ഞേ, ഒരാളുടെ പേര്, നിന്റെ അഡ്രസ് വരെ കർത്താവ് ക്ലിയർ ആക്കി എഴുതിയിട്ടേക്കുക. കാരണം എന്തെന്നറിയാമോ? എതിരു നിന്നവനെ തിരഞ്ഞെടുക്കാൻ. വില കൊടുത്തവനെ മാത്രമല്ല, എതിര് നിന്നവനെ തിരഞ്ഞെടുക്കാൻ. കുഞ്ഞുങ്ങളെ, നമ്മൾ 2 വരി പാട്ട് പാടാൻ പോവാ. അത് കഴിഞ്ഞ് ഈ കർത്താവിനെ സേവിക്കാൻ ജീവിതത്തിൽ പക്വതയുടെ കാലമാകുമ്പോൾ പരിശുദ്ധാത്മാവെന്നെ വിശ്വസ്തനെന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചാൽ അതിന് പോകാൻ ഞാൻ തയ്യാറാണ് എന്നാഗ്രഹിക്കുന്നവര് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ആ സമയത്ത് ആത്മനിയോഗം എൻ്റെ മേൽ കൈമാറണേ എന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ ദൈവസന്നിധി അടച്ച് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. Praise Lord. Hallelujah. Hallelujah. ടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും എന്നെ നിത്യതയോട് എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും ചേർന്ന് പാടാം. എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോൽ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോൽ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും സാന്നിധ്യം മതി.
മതി. മുള്ളുകളിലും താഴ്വരയിലും, സമ്പത്താകട്ടെ ദാരിദ്ര്യമാകട്ടെ, കോരുളുടെ താഴ്വരയിൽ കൂടെ പോയാലും മെച്ചമായ ജീവിത സാഹചര്യം ലഭിച്ചില്ലേലും എനിക്ക് നീ മതി, നിന്റെ സ്നേഹം മതി, നിന്റെ ക്രൂശ് മതി. എനിക്ക് നീയാണ് ഏറ്റവും വലുത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിന് എനിക്ക് നിന്നെയാണ് ആവശ്യം. എനിക്ക് ലഭ്യമായ സാഹചര്യത്തിനകത്ത് എൻ്റെ ശിഷ്ടജീവിതത്തിൽ അങ്ങയുടെ നാമത്തിന് വേണ്ടി ജീവിപ്പാൻ എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു കർത്താവേ എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ആ കാര്യം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കാട്ടെ. സ്തോത്രം. ആ കരം ഉയർത്തിയിട്ടൊന്ന് വേഗത്തിൽ മുമ്പോട്ട് വന്നേ, വേഗത്തിൽ ഓടി മുമ്പോട്ട് വന്നേ. ഓടിവാ ഓടിവാ. കരം നോട്ടിയവർ, വോളണ്ടിയേഴ്സ്, ആ കരം നീണ്ടിയവരെ അകത്തോട്ട് മുമ്പോട്ട് വിട്ടാട്ടെ. ഈ ഫ്രണ്ടിലോട്ടൊന്ന് വന്നേ. കരം നീട്ടിയവർ വന്നാട്ട് വന്നാട്ട്. സ്തോത്രം. മുമ്പോട്ട് വരാൻ പേടിയുള്ളവരാരും വരണ്ട. കരം നീട്ടിയ മുമ്പോട്ട് വരാൻ താല്പര്യമുള്ളവർ മാത്രം മതി. കരം നീട്ടിയ പല പുള്ളികളും മുമ്പോട്ട് വരാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. സ്തോത്രം. നമ്മൾ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ആമേൻ. ആരെങ്കിലും മുമ്പോട്ട് വരാനുണ്ടെങ്കിൽ ഇപ്പോൾ വരാം. എല്ലാ കണ്ണ ദൈവസന്ധി അടച്ച് ദൈവദാസന്മാരെ, നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. റാഖാമാനാകാശയ, നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവദാസന്മാരെ താഴോട്ട് ചെല്ലാമോ? താഴോട്ട് ചെല്ലാമോ? ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ സദസ്സിൽ ദൈവദാസന്മാരുണ്ടെങ്കിൽ മുമ്പോട്ട് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റേഴ്സ് മുമ്പോട്ട് വന്ന് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇത്രയും പേർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഷാറാബാഖാസിയ. കർത്താവേ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബിനു പാസ്റ്ററെ പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരു ബർന്നബാസാകട്ടെ, ശൗലാകട്ടെ, ഇവരുടെ മേൽ അഭിഷേകത്തെ പകരണമേ. ഇവരുടെ മേൽ അഭിഷേകത്തെ പകരണമേ. യേശുവിന്റെ നാമത്തിൽ നല്ല ശിഷ്യനായിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാനം എന്റെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യരാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാനം. എല്ലാ തോൽവികൾക്കും നാഥാനന്ദി. നിന്റെ മുഖം കാണുവാൻ ആരോ നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാനന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എല്ലാ തോൽവികൾക്കും നാഥാനന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാനന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതരായ ദൈവദാസന്മാർ കരം വെച്ച ഈ കുഞ്ഞുങ്ങൾ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ ക്യാമ്പിൽ, ഈ യൂത്ത് ക്യാമ്പിൽ, ഈ സോണൽ ക്യാമ്പിൽ ദൈവത്തിന്റെ സ്നേഹത്തിനു വേണ്ടി നിൽക്കണമെന്ന്, അവസാന ശ്വാസം വരെ ദൈവ സ്നേഹത്തിനു വേണ്ടി നിൽക്കണമെന്ന് ഇവരെടുത്ത തീരുമാനം വാസ്തവമെങ്കിൽ അസാധാരണമായ ആത്മപകർച്ചയുടെ അനുഗ്രഹീത തലങ്ങളിലേക്ക് ജനം ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ഈ കുഞ്ഞുങ്ങളുടെ മേൽ ആ അഭിഷേകം പകരണമേ.
ഇവരുടെ വിദ്യാഭ്യാസ തലങ്ങൾക്കകത്ത് ഇവരെ തെറ്റിക്കാൻ ഒരു ശക്തിയും അനുവദിക്കരുത്. ഇവരുടെ സാഹചര്യങ്ങൾ ഇവരെ പുറകിലേക്ക് വലിക്കരുത്. നസറേയനായ യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഒരു അനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പോയിരുന്നാട്ട് മക്കളെ, താങ്ക് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം എനിക്ക് സമയമൊരുക്കി, ആമേൻ, എല്ലാ ദിവസവും ഇരിക്കാം, ഇപ്രകാരം അവസരമൊരുക്കി ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിക്കുകയും അതിനാവശ്യമായ സാഹചര്യം ഒരുക്കുകയും ചെയ്ത എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ജീവൻ, തന്നോട് ചേർന്ന് നിൽക്കുന്ന ഈ സോണിലെ മറ്റുള്ള സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സോണൽ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. 2 വാക്ക് ഞങ്ങളുടെ നാഷണൽ ഓവർസിയർ റവറൻ ഡോക്ടർ കെ.ഒ. മാത്യു, അതോടൊപ്പം ഞങ്ങളുടെ YPയുടെ ഡയറക്ടർ പാസ്റ്റർ ഫെബിൻ മാത്യു, താനും ആമേൻ സ്തോത്രം ഈ കൊട്ടാരക്കര സോണിൻ്റെ ഭാഗമായിരുന്ന ആളാണ് പാസ്റ്റർ TP മാത്യുവിൻ്റെ മകൻ. ഇവർ 2 പേരും ഇന്ന് പകൽ പ്രഭാതത്തിൽ എന്നെ വിളിച്ച് സോണൽ ക്യാമ്പിന് എല്ലാവിധ ആശംസയും അറിയിക്കണം എന്നെ അറിയിച്ചിരുന്നു. അവർ 2 പേർക്ക് വേണ്ടി നാഷണൽ ഓവർസിയർ ഡോക്ടർ കെ.ഒ. മാത്യു, ഞങ്ങളുടെ YPയുടെ നാഷണൽ ഡയറക്ടർ പാസ്റ്റർ ഫെബിൻ മാത്യു, 2 പേർക്ക് വേണ്ടിയുള്ള എല്ലാ ആശംസകളും നിങ്ങളെ അറിയിക്കുന്നു. നമ്മെ കർത്താവ് അനുഗ്രഹിക്കട്ടെ.